ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് സന്നിധാനവും പരിസരവും. ഇനി 2:45 നട തുറക്കുന്നത്. മകരസംക്രമ പൂജ 3 മണിക്ക് ആരംഭിക്കും. 3:08 ആ മുഹൂർത്തം എന്ന് പറയുന്നത്. അതായത് ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സൂര്യൻ കടക്കുന്ന സമയം. ആ സമയമാണ് 3:08 എന്ന് പറയുന്നത്. ആ സമയത്താണ് മകരസംക്രമ പൂജ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മകരജ്യോതി, മകരവിളക്കിനായുള്ള ആ കാത്തിരിപ്പാണ്. പിന്നെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 6 മണി കഴിഞ്ഞ ഉടൻ തന്നെ ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. അവിടെ സ്വീകരിക്കും. അതിനുശേഷം പിന്നെ വലിയ നടപ്പന്തൽ വഴി സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുകയും ചെയ്യുന്നു. പിന്നെ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യന്റെ ദീപാരാധന. അത് കഴിഞ്ഞ് പിന്നെ കണ്ണുകളെല്ലാം പൊന്നമ്പലമേട്ടിലേക്ക് മാറും. അവിടെ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഭക്തരെല്ലാവരും ശരണമന്ത്രങ്ങളാൽ, ശരണം വിളികളോട്, സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങളാൽ ഈ പരിസരത്തെല്ലാം പല സ്ഥലങ്ങളിലായി അവർ അങ്ങോട്ടേക്ക് കണ്ണും നട്ട് നോക്കി നിൽക്കും. ആ ഒരു കാഴ്ചയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സന്നിധാനത്ത് ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെയുണ്ട്. ഇന്ന് 30,000 പേർക്കായിരുന്നു വെർച്വൽ ക്യൂ എങ്കിലും ഏകദേശം സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്ന ഭക്തരുടെ എല്ലാവരെയും കൂടെ കണക്കുകൾ പരിശോധിച്ചാൽ 1.5 ലക്ഷത്തിലേറെ ഭക്തർ സന്നിധാനത്തുണ്ട്. പക്ഷേ അവരെയൊക്കെ കൃത്യമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയൊക്കെ പോലീസും ദേവസ്വം ബോർഡും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് നിമിഷങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് മകരവിളക്കിനായും മകരസംക്രമ പൂജയ്ക്കായുമുള്ള കാത്തിരിപ്പിന്.